അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവരും പരിഭ്രമിച്ച് നിൽക്കുന്ന ആ ദിവസം ഐഷുമ്മ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ എൻ്റെ കുട്ടിയെ നീ കാത്തു രക്ഷിക്ക് റഹ്മാനെ. സൂര്യൻ്റെ ചൂടിന് അത്യാവശ്യം കനമുണ്ടായിരുന്ന ആ രാവിലെ നേരത്ത് സെൻട്രൽ ജയിലിൻ്റെ കൂറ്റൻ ഇരുമ്പ് വാതിലുകൾ കനത്ത ശബ്ദത്തോടെ തുറക്കപ്പെട്ടു. ഇന്ന് ആ നിർണായക ദിനമാണ്. പുത്തൻവീട് തറവാടിൻ്റെയും അവിടുത്തെ പൊന്നുമോൻ നവാസിൻ്റെയും ഭാവി തീരുമാനിക്കപ്പെടുന്ന അസത്യവും സത്യവും തമ്മിൽ കോടതി മുറിയിൽ കൊമ്പ് കോർക്കുന്ന സുപ്രധാന ദിനം. നവാസിൻ്റെ ഭാഗം വിജയിക്കുമോ അതോ കുഞ്ഞിക്കഥയുടെ ഭാഗം വിജയിക്കുമോ? എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ജയിൽ മുറ്റത്ത് 2 പോലീസ് വാനുകൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് കിടപ്പുണ്ട്. ഒരേ കെട്ടിടത്തിൽ നിന്നാണ് പുറപ്പെടുന്നതെങ്കിലും ആ വാനുകളിലേക്ക് കയറുന്ന 2 പേരുടെയും ഭാവങ്ങളും ചിന്തകളും രണ്ട് രീതിയിലായിരുന്നു. ഒരു വശത്ത് കുഞ്ഞിക്കതിയ, കയ്യിൽ വിലങ്ങ് വെച്ചിട്ടുണ്ടെങ്കിലും ഒട്ടും കുലുക്കമില്ലാത്ത നടപ്പ്, വഞ്ചനയുടെയും സ്വാധീനത്തിൻ്റെയും കോടികൾ വാരിയെറിഞ്ഞ് അന്യായമായി നവാസിനെ വീണ്ടും അഴിയെണ്ണിച്ചതിൻ്റെ ആത്മവിശ്വാസം കുഞ്ഞിക്കതിയുടെ മുഖത്ത് നിഴലിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. കൂടെയുള്ള പോലീസുകാരെ അവൾ പുച്ഛത്തോടെയാണ് നോക്കിയത്. ഏയ് ഡാ, ഒന്ന് പതുക്കെ തള്ളിടോ. തനിക്കറിയാമോ ഞാൻ ആരാണെന്ന്? ഇന്ന് വൈകുന്നേരത്തോടെ ഈ പുത്തൻവീട് തറവാട്ടിലെ മൂത്ത കാരണവരെ, ആ കോടികളുടെ അധിപനായ ഓനുണ്ടല്ലോ, ഓനൊക്കെ വീണ്ടും ജയിലിൻ്റെ ഉള്ളിലേക്ക് തള്ളേണ്ടി വരും. അതിനുശേഷം താനൊക്കെ എൻ്റെ വീട്ടുപടിക്കലേ സല്യൂട്ട് അടിച്ച് നിൽക്കേണ്ടി വരും. വിലങ്ങ കൽപ്പൊന്ന് ലൂസാക്കിയിടോ. കുഞ്ഞിക്കതിയ അതാ അവരോട് പറഞ്ഞു, ഓ ഇജ്ജ് വലിയ പോലീസാകാനൊന്നും നോക്കണ്ട, ഇവിടുത്തെ ഭരണം എൻ്റെ കയ്യിലാണ് ഇപ്പോൾ. നിങ്ങളെ വിചാരം നിങ്ങൾ കുറച്ച് പോലീസുമാരെ കയ്യിലാണോ? ശരിക്കും കുഞ്ഞിക്കതിയുടെ വാക്കുകൾ കേട്ട് അതാ പോലീസുകാർ തന്നെ ഞെട്ടിപ്പോവുകയാണ്. കാവൽ നിന്ന പോലീസുകാരോട് അല്പം ദേഷ്യത്തിലും തൻ്റെ അഹങ്കാരം നിറഞ്ഞ വാക്കുകളിലൂടെയും അവരെ ഭയപ്പെടുത്തി കയ്യിലെടുക്കാനും കുഞ്ഞിക്കതിയ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ മനസ്സിൽ ഒരേയൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നു, നവാസിനെ കാലാകാലം ജയിലിലടക്കുക. പുത്തൻ വീട്ടിലെ മൂത്ത സന്തതി അഥവാ സർവാധിപതിയായി വാഴുന്ന ആ നവാസ്, അവനെ കാലാകാലം അകത്തിടണം, അതാണ് വേണ്ടത്. എന്നിട്ട് പുത്തൻ വീടിന് എന്നും ഒരു കനലായി അവൻ മാറണം. കാലാകാലം അവരുടെ കണ്ണീര് വറ്റരുത്. പ്രത്യേകിച്ച് ഐഷുമ്മയുടെ. ഐഷുമ്മ വലിയ കേളി കേട്ട ആളാണ്, ദാനധർമ്മശീല. ഓളൊക്കെ അതവിടെ പൂട്ടിയിടുന്ന രീതിയിലേ അവിടെ ഇരുത്തണം. കാലാകാലം മോൻ ജയിലിൽ കിടന്ന് നരകിച്ചിട്ട് എടങ്ങാറാകണം, അതാണ് വേണ്ടത്. കുഞ്ഞിക്കതിയുടെ മനസ്സിലെ ക്രൂരമായ ചിന്തകൾ അതായിരുന്നു. എന്നാൽ മറുവശത്ത് നവാസ് നിശബ്ദനായി തല താഴ്ത്തി, എന്നാൽ ഉള്ളിൽ ഉറച്ച വിശ്വാസത്തോടെ അവൻ നടന്നു നീങ്ങി. തനിക്കെതിരെ കെട്ടിച്ചമച്ച നുണക്കഥകളും ചതിക്കുഴികളും അവൻ്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. സ്വന്തമെന്ന് കരുതിയവർ തള്ളി പറഞ്ഞപ്പോൾ അതിരുകളില്ലാതെ സങ്കടം വന്നു. അവൻ്റെ കണ്ണുകളിൽ തങ്ങി നിന്നു. പക്ഷെ അവൻ തോറ്റിരുന്നില്ല. അവൻ്റെ ചുണ്ടുകൾ പതുക്കെ മന്ത്രിച്ചു കൊണ്ടിരുന്നു. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അല്ലാഹു ഞങ്ങൾക്ക് മതിയായവനും ഏറ്റവും നല്ല കാര്യം വരമേൽപ്പിക്കുന്നവനുമാണ്. പടച്ച റബ്ബിൽ തവക്കുലാക്കി തനിക്ക് നീതി ലഭിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയോടെ അവൻ വാനിലേക്ക് കാലെടുത്തു വെച്ചു. വാനുകൾ നീങ്ങിത്തുടങ്ങി. നഗരത്തിലൂടെയുള്ള ആ അരമണിക്കൂർ യാത്ര 2 പേർക്കും 2 തരം അനുഭവമായിരുന്നു. കുഞ്ഞിക്കതിയുടെ വാനിനുള്ളിൽ അവൾ സെല്ലിലെ കസേരയിൽ ചാരിയിരുന്ന് പുറത്തേക്ക് നോക്കി ചിരിച്ചു. താൻ വരച്ച വലയിൽ നവാസ് കൃത്യമായി വീണിരിക്കുന്നു. ലക്കില്ലാതെ പണം വാരിയെറിഞ്ഞ് വക്കീലന്മാരെയും സാക്ഷികളെയും സ്വന്തമാക്കിയത് അവൾ ഓർത്തു. ഇനി മുതലേ ഞാനായിരിക്കും ഇവിടുത്തെ പണക്കാരി. ഞാൻ പുറത്ത് വിലസി നടക്കും. കാവൽ നിൽക്കുന്ന പോലീസുകാരെ നോക്കി അവൾ ഒരു ചിരി ചിരിച്ചു. ഏയ് ഇൻസ്പെക്ടറെ, ഇന്ന് കേസ് കഴിയട്ടെ. തനിക്കും കൂട്ടർക്കും ഞാൻ വെച്ചിട്ടുണ്ട് നല്ലോണം. ഈ കുഞ്ഞിക്കതിയ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ലെന്ന് നിനക്കൊക്കെ കോടതിയിൽ വെച്ച് മനസ്സിലാകും. ആ നവാസ് ഉണ്ടല്ലോ, അവൻ ഇനി ആയുഷ്കാലം മുഴുവനും ഈ ജയിലിൻ്റെ ഇരുട്ടിൽ കിടന്ന് ചെയ്യണം. കുഞ്ഞിക്കതിയുടെ അഹങ്കാരത്തിന് മുന്നിൽ പോലീസുകാർ നിശബ്ദരായിരുന്നു. നവാസിൻ്റെ വാനിനുള്ളിൽ ജനൽ കമ്പികൾക്കിടയിലൂടെ വീശിയടിച്ച് തണുത്ത കാറ്റ് നവാസിൻ്റെ മുഖത്ത് തട്ടി. അവൻ്റെ മനസ്സിലേക്ക് ഉമ്മയുടെയും ഷമ്മാസിൻ്റെയും തൻ്റെ കുടുംബങ്ങളുടെയും തൻ്റെ മക്കളുടെയും ആ മുഖങ്ങൾ, അവരുടെ കരയുന്ന മുഖങ്ങൾ ഓടിയെത്തി. ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും താൻ അനുഭവിക്കുന്ന ഈ പരീക്ഷണങ്ങളെക്കുറിച്ച് അവൻ ഓർത്തു. കണ്ണ് നിറഞ്ഞു തുളുമ്പിയെങ്കിലും അവനത് പുറത്തു കാണിച്ചില്ല. പടച്ച റബ്ബിനോട് അതാ
ഉള്ളുരുകി പ്രാർത്ഥിച്ചു. മനുഷ്യരുടെ തന്ത്രങ്ങൾക്കും പണത്തിനും മുകളിൽ സർവശക്തനായ പടച്ച റബ്ബിൻ്റെ നീതിയുണ്ടെന്ന പ്രപഞ്ച സത്യത്തിൽ അവൻ അഭയം കണ്ടെത്തി. അവൻ്റെ നെഞ്ച് പടപട ഇടിച്ചെങ്കിലും ഉള്ളിലെന്തോ ഒരു ദിവ്യമായ ശാന്തത അലയടിച്ചു. എല്ലാം പടച്ച റബ്ബ് കാണുന്നുണ്ട്, അവൻ കൈവിടില്ല, അവൻ മനസ്സിൽ ഉറപ്പിച്ചു. കോടതി വളപ്പിലെ മുഖാമുഖം. അരമണിക്കൂർ നീണ്ട യാത്രക്കൊടുവിൽ പോലീസ് വാനുകൾ കോടതി വളപ്പിലേക്ക് എത്തുമ്പോൾ അവിടെ വൻ ജനക്കൂട്ടവും മാധ്യമപ്രവർത്തകരും തടിച്ചുകൂടിയിരുന്നു. ആദ്യം കുഞ്ഞിക്കതിയെ വാനിൽ നിന്ന് പുറത്തിറങ്ങി തല ഉയർത്തി വലിയ ചിരിയോടെ വിജയിച്ച ഭാവത്തിൽ അവൾ ചുറ്റും നോക്കി. ഒപ്പമുള്ള പോലീസുകാരെ തട്ടിമാറ്റി അഹങ്കാരത്തോടെ അവൾ കോടതി പടവുകൾ കയറാൻ തുടങ്ങി. കാരണം ഇവിടെ ഞാൻ തന്നെ ജയിക്കും, അത് ഉറപ്പാണ്. കാരണം എല്ലാ തെളിവുകളും അത് എൻ്റെ അടുത്തുണ്ട്, എന്ത് വേണം എങ്ങനെയുള്ളതൊക്കെ. കുഞ്ഞിക്കതിയ മനസ്സിൽ കണക്ക് കൂട്ടി. എന്നാൽ തൊട്ടു പിന്നാലെ നവാസിനെയും പുറത്തിറക്കി. ശാന്തനായ എന്നാൽ പ്രകാശമുഖമുള്ള മുഖത്തോടെ അവൻ പുറത്തേക്ക് വന്നു. കണ്ണുകളിൽ ഭയമില്ലായിരുന്നു, മറിച്ച് അള്ളാഹുവിലുള്ള പൂർണ്ണ വിശ്വാസം മാത്രം. കോടതി പടവുകൾക്ക് മുന്നിൽ വെച്ച് രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിലുടക്കി. അത് അമ്മായിയമ്മയും മരുമകനുമാണ്. പക്ഷേ കുഞ്ഞിക്കതിയ അവനെ ശത്രുവിൻ്റെ സ്ഥാനത്താണ് കാണുന്നത്. കുഞ്ഞിക്കതിയ പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. അവൻ്റെ കണ്ണുകൾ ഇനി ഈ പുറം ലോകം കാണില്ല എന്ന് നവാസിനോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്നാൽ നവാസ് കുഞ്ഞിക്കതിയെ ദയനീയമായാണ് നോക്കിയത്. കാരണം എന്ത് ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് എന്നുള്ളത് നോട്ടമായിരുന്നു അവൻ്റേത്. അധികാരവും കോടികളും ശരിക്കും കുഞ്ഞിക്കതിയുടെ മനസ്സിനെ മാറ്റിമറിച്ചിരുന്നു. അല്ലെങ്കിൽ അവർക്ക് പണം മതി, പണമുള്ളവരെ മാത്രം മതി, പണം മാത്രമാണ് അവരുടെ ലക്ഷ്യം. രണ്ടുപേരും കോടതി മുറിയുടെ എഴുമ്പകവാടം കടന്ന് ഉള്ളിലേക്ക് നീങ്ങി. ഒരു വശത്ത് പണവും അഹങ്കാരവും, മറുവശത്ത് തവക്കലും നീതിക്കായുള്ള അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയും. വിധി പറയാൻ ജഡ്ജി തൻ്റെ കസേരയിലേക്ക് എഴുന്നേറ്റ് നിൽക്കുന്നു. ആ നിമിഷത്തിനായി ഇരുവരും കാത്തിരുന്നു. കോടതി മുറിയിൽ വക്കീലിൻ്റെ ആ ചോദ്യം പ്രഹരമേൽപ്പിച്ചത് നവാസിൻ്റെ നെഞ്ചത്തായിരുന്നു. കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ അവൻ തരിച്ചു നിന്നു. ആരോപണങ്ങളുടെ ആഴവും അതിലെ ദാക്ഷിണ്യമില്ലാത്ത നുണകളും അവൻ്റെ ശ്വാസമടക്കി കഴിഞ്ഞു. കോടതി മുറിയിൽ കനത്ത നിശബ്ദത തളം കെട്ടി നിന്നിരുന്നു. ജഡ്ജി തൻ്റെ മുന്നിലെ ഫയലുകൾ മറിച്ചു നോക്കി. നവാസിനെ നിർവികാരമായി നോക്കി. എതിർഭാഗം വക്കീൽ തൻ്റെ കോട്ടിൻ്റെ ബട്ടൺ ഒന്നുകൂടി മുറുക്കി. കാരണം അത് കുഞ്ഞിക്കതിയുടെ വക്കീലാണ്. നവാസ് നിൽക്കുന്ന ബോക്സിന് മുന്നിലേക്ക് അല്പം ആഞ്ഞുകൊണ്ടുവന്നു. പെട്ടെന്നാണ് ആ ചോദ്യം പാഞ്ഞു വന്നത്. നവാസ്, എന്തിനാണ് താൻ സ്വന്തം ഉമ്മയെയും മക്കളെയും ഒരുമിച്ച് പീഡിപ്പിച്ചത്? എന്താ ആവശ്യമുണ്ടായിരുന്നതിന്? നിനക്ക് നാണമില്ലേ? നിനക്കതുകൊണ്ട് എന്ത് കിട്ടി? നീ എന്താ വല്ല ഭ്രാന്തനുമാണോ? സ്വന്തം വീട്ടിലുള്ളവരോട്, സ്വന്തം ഭാര്യയോടും ഉമ്മയോടും അനിയത്തോടും ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് എങ്ങനെ കൈപൊന്തി? ഹയ്യേ, ഇത്രയും മോശമായ ഇതൊരു കുറ്റം ചെയ്തവനാണോ നീ? ഇത്ര അറപ്പുളവാക്കുന്ന പ്രവൃത്തി നീ എങ്ങനെ നിനക്ക് ചെയ്യാൻ കഴിഞ്ഞു? നാണമില്ലല്ലോ. വക്കീലിൻ്റെ ശബ്ദം ആ കോടതിയുടെ 4 ചുവരുകളിലും പ്രതിധ്വനിച്ചു. ഇതാണ് ഇവരുടെ പരാതി. തന്നെ വിശ്വസിച്ച് കൂടെ നിന്ന ഭാര്യയെയും ഉമ്മയെയും അനിയത്തിയെയും ക്രൂരമായി പീഡിപ്പിച്ചു. പോരാത്തതിനെ എന്തിന് മകളെ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ച് വാഹനത്തിനുള്ളിൽ വെച്ചും പീഡിപ്പിക്കാൻ ശ്രമിച്ചു. എന്താടോ ഇതൊക്കെ? തനിക്കൊന്ന് ഉത്തരം പറയാമോ ഇതിനൊക്കൊന്ന്? എന്നാൽ ആ വാക്കുകൾ കേട്ടതും നവാസിൻ്റെ കാതുകളിൽ ഇടിമിന്നൽ വെട്ടിയതുപോലെയായി. തലച്ചോറാകപ്പാടെ ശൂന്യമായി. കണ്ണുകൾക്ക് മുന്നിൽ ഇരുട്ട് കയറുന്നത് പോലെ അവൻ അഭിനയിച്ചു. ബോക്സിൻ്റെ ഇരുമ്പ് കമ്പികളിൽ അവൻ വിരലുകൾ അമർത്തിപ്പിടിച്ചു. പഠിച്ചോനെ, എന്താ ഇതൊക്കെ? അവൻ ഞെട്ടിത്തിരിച്ചു നിൽക്കുകയാണ്. ഞാൻ ഉമ്മയെയും എൻ്റെ ഭാര്യയെയും അനിയത്തിയെയും പീഡിപ്പിച്ചെന്നോ? പഠിച്ചോനെ, ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്? അവന് ശ്വാസം കിട്ടാത്ത പോലെ. ചുറ്റുമുള്ളവരുടെ ദാക്ഷിണ്യമില്ലാത്ത കണ്ണുകൾ തന്നിലേക്ക് നീളുന്നു. ഇത്രക്ക് മോശക്കാരനായിരുന്നോ ഇവന്? വലിയ തറവാട്ടുകാരനെന്നൊക്കെ പറഞ്ഞിട്ടേക്കണ്. അയ്യേ. ഒപ്പമുള്ള പോലീസുകാർ പോലും അറപ്പോടും വെറുപ്പോടെയും തന്നെ നോക്കുന്നത് അവൻ അറിഞ്ഞു. അവനാകെ ഇല്ലാതെയായി പോകുന്ന പോലെ തോന്നി. അവൻ നിസ്സഹായനായി ജഡ്ജിയെ നോക്കി. ജനക്കൂട്ടത്തെയും മാറി മാറി നോക്കി. താൻ അറിയാത്ത, താൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു നീചകൃത്യത്തിൻ്റെ കുറ്റവാളിയായി താൻ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. റബ്ബേ, അല്ലാഹ്, ഇല്ല, ഒരിക്കലുമില്ല. അവൻ്റെ മനസ്സിൽ ചോദ്യങ്ങൾ ഇരുമ്പി. ആരെ, എപ്പോ, എങ്ങനെ? പടച്ച റബ്ബേ, ഞാൻ ആരെയാണ് ഉപദ്രവിച്ചത്? സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ച എൻ്റെ ഭാര്യയോടോ?
കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കി എൻ്റെ ഭാര്യ, അവരുടെ വീട്ടുകാർ, അവർക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തിട്ടേ ഉള്ളൂ. ഇത്രയും നീചമായൊരു ആരോപണം എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ആർക്കാണ് തോന്നിയത്? തൻ്റെ ഭാര്യ സൗദ, അത് അവളുടെ ഉമ്മ, അനിയത്തി, അവരെയൊക്കെ എൻ്റെ സ്വന്തം കൂടപ്പിറപ്പുകൾ പോലെ, അല്ലെങ്കിൽ സ്വന്തം ഉമ്മയെപ്പോലെ ഞാൻ കരുതിയിട്ടുള്ളൂ. അവർക്ക് വേണ്ടത് എല്ലാം, എന്തിനേറെ എൻ്റെ ഐഷുമ്മാക്ക് വരെ ഞാൻ അത്ര സമ്പത്ത് നൽകിയിട്ടില്ല. ലക്ഷങ്ങളായിരുന്നു അവൾക്ക് നൽകിയത്, ലക്ഷങ്ങൾ, കോടികൾ. അതെ, ഇന്നും ഞാൻ സൗദയുടെ അക്കൗണ്ടിലേക്കൊക്കെ എൻ്റെ ഷോപ്പിന് മുഴുവൻ സാലറിയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുവരെ ഞാൻ തളർന്നിട്ടില്ല. പിന്നെ എന്താ റബ്ബേ ഇങ്ങനെ? താൻ അവൾക്ക് നൽകിയ തണലും ഓർത്ത് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തൊണ്ടയിൽ വല്ലാത്തൊരു വരൾച്ച അനുഭവപ്പെട്ടു. വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. അവനാകെ തളർന്നു പോയി. ബോക്സിൽ കുഴഞ്ഞു വീഴുമെന്ന അവസ്ഥയിലെത്തി. റബ്ബേ, എൻ്റെ കൈകാലുകൾ ഇതാ തളരുന്നു. റഹ്മാനെ, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് എന്നെക്കുറിച്ച് പറയുന്നത്. 3 പേരെ. പഠിച്ചോനെ, എന്തിനങ്ങനെയൊക്കെ? തൊട്ടപ്പുറത്ത് നിൽക്കുന്ന കുഞ്ഞിക്കതിയുടെ മുഖത്ത് ഒരു പൈശാചികമായ ചിരി വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിടും. പുത്തൻ വീട് തറവാട്ടത്തെ പൊന്നോമന പുത്രനെ അങ്ങനെ അങ്ങോട്ട് കുഞ്ഞിക്കതിയെ വിടൂലട്ടോ. പണം വാരിയെറിഞ്ഞ വക്കീലിനെ കൊണ്ട് കോടതി മുറിയിൽ വെച്ച് നവാസിനെ മാനസികമായി തകർക്കാൻ താൻ തീർത്ത തന്ത്രം വിജയിച്ചതിൻ്റെ സന്തോഷത്തിലായിരുന്നു കുഞ്ഞിക്കതിയ. നവാസിൻ്റെ ആത്മാഭിമാനത്തെ വെട്ടിനുറുക്കുക, അവൻ്റെ മനസ്സിൻ്റെ ധൈര്യം ചോർത്തി കളയുക എന്നതായിരുന്നു കുഞ്ഞിക്കതിയുടെ ലക്ഷ്യം. താൻ മനഃപൂർവ്വം നിർമ്മിച്ചെടുത്ത ഈ പച്ച കള്ളത്തിന് മുന്നിൽ നവാസ് തളരുന്നത് കണ്ടപ്പോൾ കുഞ്ഞിക്കതിയക്ക് തൻ്റെ വിജയം ഉറച്ചതുപോലെ തോന്നി. നവാസേ, നീ എങ്ങനെ തല ഉയർത്തി നിൽക്കും? പുത്തൻ വീട്ടത്തെ തറവാട്ടത്തെ പൊന്നോമന പുത്രൻ കാലാകാലം ജയിലിലവിടെ കിടക്കട്ടെ. ഈ ഒരു ആരോപണം മതി നിന്നെ സമൂഹത്തിന് മുമ്പിലൊരു മൃഗമാക്കാൻ. ഇതിൽ നിന്ന് നീ ഒരിക്കലും കരകയറില്ല. കുഞ്ഞിക്കതിയ ചിരിച്ചുകൊണ്ട് പുലമ്പി. കുറേ നിമിഷങ്ങൾ ആ നിസ്സഹായതയുടെയും തളർച്ചയുടെയും ആഴങ്ങളിൽ വീണുപോയെങ്കിലും നവാസ് പതുക്കെ തൻ്റെ ശ്വാസം വീണ്ടെടുത്തു. കണ്ണീർ തുടച്ച് മനസ്സിലുറപ്പിച്ചു, ഇല്ല, ഇതെന്നെ തകർക്കാൻ തകർക്കാൻ വേണ്ടിയിട്ടുള്ള തട്ടിക്കൂട്ടിയ ചതിക്കുഴിയാണ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അല്ലാ. എൻ്റെ ഉമ്മക്കും എല്ലാവർക്കും അറിയാമല്ലോ ഇതിനെക്കുറിച്ച്. പടച്ച റബ്ബിനറിയാം എൻ്റെ നിരപരാധിത്വം. അള്ളാഹു എല്ലാം കാണുന്നുണ്ട്. അവൻ പതുക്കെ കണ്ണുകൾ അടച്ചു. ഉള്ളിൽ ഒതുക്കി വെച്ച കണ്ണീരോടെ അവൻ റബ്ബിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഏറ്റവും വലിയ നീതിപീഠം നിൻ്റേതാണ്. ഈ അസത്യങ്ങൾക്കും ചതികൾക്കും മുന്നിൽ എന്നെ തളർത്തരുതേ. എൻ്റെ നിരപരാധിത്വം തെളിയിക്കുവാനുള്ള കരുത്ത് നീ എനിക്ക് തരണമേ അല്ലാ. അവൻ പതുക്കെ തല ഉയർത്തി. തളർന്നു പോയ മനസ്സിന് പകരം സത്യം തൻ്റെ ഭാഗത്താണെന്ന് ഉറച്ച ധൈര്യത്തോടെ അവൻ വക്കീലിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ പോരാട്ടം അവിടെ ആരംഭിക്കുകയായിരുന്നു. ആ നിമിഷം വരെ കള്ളങ്ങൾ കൊണ്ട് തുന്നിച്ചേർത്ത കുറ്റപത്രങ്ങളും അസത്യങ്ങൾക്ക് മുന്നിൽ കനത്തു നിന്ന കോടതി മുറിയിലെ അന്തരീക്ഷം ഒന്നാകെ മാറ്റിമറിക്കപ്പെട്ടത് പെട്ടെന്നാണ്. പടച്ചവനിൽ അഭയം തേടി കണ്ണുനീർ അടക്കി വെച്ച് നിൽക്കുന്ന നവാസിനെയും അവൻ്റെ അഹങ്കാരിയായ ശത്രു കുഞ്ഞിക്കതിയെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് ആ അപ്രതീക്ഷിത സംഭവം അരങ്ങേറുകയാണ്. അതെ, ഐഷുമ്മ ഹൃദയം പൊട്ടി കരഞ്ഞ് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, റബ്ബേ, എൻ്റെ കുട്ടിനെ നീ കാക്കല്ല. ഞാൻ എൻ്റെ കുട്ടിനെ നിന്നെ ഏൽപ്പിക്കുന്നല്ല. നീയാണ് സർവശക്തൻ. റഹ്മാനെ, നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് പടപ്പുകൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ല. നീയാണ് സൃഷ്ടാവ്. റഹ്മാനെ, എൻ്റെ കുട്ടിൻ്റെ കാര്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഇടതടവില്ലാതെ ആ ഉമ്മ ആ പൊന്നുമോൻക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും പുത്തൻപീട് തറവാടിൻ്റെ മഹിമ നശിപ്പിക്കണമെന്ന ചിന്തയായിരുന്നു കുഞ്ഞിക്കതിയേക്കും. എന്നാൽ നവാസ് മനസ്സിൽ ഉറപ്പിച്ചു, അല്ലാഹുവേ, ഇവിടുത്തെ കോടതി അത് താൽക്കാലികമാണ്. ഈ കേസും കോടതിയൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹുവേ, നാളെ നിൻ്റെ അരികിലൊരു കോടതി ഉണ്ടാകുമല്ലോ. റഹ്മാനെ, ഇവിടെ എന്നെ നീ ജയിപ്പിച്ചിട്ടില്ലെങ്കിലും അവിടെ നീ ജയം നൽകണം. റഹ്മാനെ, നിനക്കറിയാമല്ലോ എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ. എന്നെ നീ അവിടെ ജയിപ്പിച്ചാൽ മതി അല്ലാ. ഇവിടെ എനിക്ക് പരാജയമാണെങ്കിലും. അത് നവാസ് വിതുമ്പുകയായിരുന്നു. എന്നാൽ അവൻ കരയുന്നത് കണ്ടപ്പോൾ ശരിക്കും ആ കോടതിയിലുള്ളവർ പറഞ്ഞു, അത് അവൻ തന്നെ ആയിരിക്കും, അല്ലാതെ ഇപ്പം ഇങ്ങനെ കരയോ അറിയുന്നില്ല. എന്നാൽ എതിർഭാഗം വക്കീൽ നവാസിന് മേൽ ചളി വാരിയെറിഞ്ഞ് വിജയിച്ച മട്ടിൽ നിൽക്കുമ്പോഴാണ് ആ കനത്ത എന്നാൽ മനോഹരമായ ആബ്സല്യൂട്ട് പവർഫുൾ ശബ്ദം ആ ഹാളിൻ്റെ അന്തരീക്ഷത്തെ കീറിമുറിച്ചത്. ഒബ്ജക്ഷൻ മൈ ലോർഡ്. കോടതി മുറിയിലെ സകല കണ്ണുകളും ഒരൊറ്റ സെക്കൻഡിൽ ആ വാതിലിലേക്ക് തിരിഞ്ഞു. കറുത്ത ഗൗൺ കാറ്റിൽ പാറിപ്പറക്കവേ മുഖത്ത് സമാധാനത്തിൻ്റെ ഒരു വലിയ ചെറുപുഞ്ചിരിയും കണ്ണുകളിൽ
ഇരയെ വേട്ടയാടാനിറങ്ങുന്ന പെൺപുലിയുടെ ഉഷിരും നിശ്ചയദാർഢ്യവും നിറച്ച് ആത്മവിശ്വാസത്തോടെ കടന്നു വരുന്നത് മറ്റാരുമായിരുന്നില്ല, അഡ്വക്കേറ്റ് ഫാത്തിമ റിസ്വാന. നവാസിൻ്റെ സ്വന്തം വക്കീൽ. അവളുടെ ഓരോ ചുവടുവെപ്പിലും അനീതിക്കെതിരായുള്ള ഗർജനം നിഴലിച്ചിരുന്നു. റിസ്വാന വക്കീൽ കോടതി മുറിയിലേക്ക് കാലെടുത്ത് വെച്ചതും അവിടെയുണ്ടായിരുന്ന മറ്റു മുതിർന്ന അഭിഭാഷകർ പോലും പതുക്കെ ഒന്ന് ഒതുങ്ങിക്കൂടി. അവരിൽ ഒരാൾ വക്കീൽ കൂട്ടത്തിൽ പതുക്കെ മന്ത്രിച്ചു, തീർന്നടാ, ഇവളെത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് തെളിവ് തട്ടിക്കൂട്ടിയതാണെങ്കിൽ അത് വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കും. ഇനി കളി മാറും മക്കളെ, ഇവള് പുലിയാണ് പുലി. കോടതി മുറിയിലെ ആകെ അന്തരീക്ഷം മാറിയത് കുഞ്ഞിക്കതിയ ഞെട്ടലോടെയാണ് കണ്ടു നിന്നത്. പണം വാരിയെറിഞ്ഞ് കേസ് ജയിച്ചെന്ന ഉറപ്പിൽ നിന്നിരുന്ന കുഞ്ഞിക്കതിയുടെ മുഖത്തെ ചോരയും നീരും ഒരു നിമിഷം കൊണ്ട് വറ്റിപ്പോയി. അതെ, അവരുടെ ഉള്ളിൽ ഭയത്തിൻ്റെ തീപ്പൊരി ആളിപ്പടർന്നു. നെറ്റിയിൽ വിയർപ്പു തുള്ളികൾ പൊടിഞ്ഞു. ഇവളിപ്പോൾ എവിടുന്ന് കെട്ടിയെടുക്കുക? ഇത്രയും ചെറിയൊരു കേസെന്ന് കരുതി ഞാൻ വിലക്കെടുത്ത് വക്കീലിന് മുന്നിലേക്കാണ് ഈ പെൺപുലി വന്നിറങ്ങിയിരിക്കുന്നത്. പെണ്ണുങ്ങളല്ല എത്ര, ആണുങ്ങൾ അത്ര ഉഷറൊന്നും ഉണ്ടാവില്ല. പഠിച്ചോനെ, എൻ്റെ പ്ലാനൊക്കെ ഇവള് പൊളിച്ചെടുക്കുവോ? ഓളെ കാട്ടിക്കൂട്ടിലും വർത്താനൊക്കെ കേട്ടിട്ട് ഇവള് ചില്ലറക്കാരിയല്ല. അവൾ ഭയത്തോടെ തൻ്റെ അഭിഭാഷകനെ നോക്കി. അതെ, കുഞ്ഞിക്കതിയുടെ വക്കീലിൻ്റെ കയ്യിലിരുന്ന ഫയലുകൾ വിറക്കുന്നുണ്ടായിരുന്നു. റിസ്വാന വക്കീൽ തൻ്റെ ഡെസ്കിന് മുന്നിലേക്ക് വന്ന് ജഡ്ജിയെ വണങ്ങി. വളരെ ഗൗരവത്തോടെ എന്നാൽ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ നിലയുറപ്പിച്ചു. തുടർന്ന് എതിർഭാഗം വക്കീലിന് നേരെ തിരിഞ്ഞാഞ്ഞടിച്ചു. മൈ ലോർഡ്, എൻ്റെ കക്ഷിയായ നവാസിനെതിരെ ഇവിടെ ഉന്നയിപ്പിക്കപ്പെട്ട ആരോപണങ്ങൾ ഞാൻ കേട്ടു. അതെല്ലാം കേട്ട് ഞാൻ അത്ഭുതപ്പെടുകയാണ്. നിങ്ങൾ എന്തായിരുന്നു നിങ്ങളെ പ്ലാൻ എന്നറിയുവാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ടൈമിനാണ് ഞാൻ ഇറങ്ങിയത്. ഓക്കെ. പിന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന 3 വ്യക്തികൾ, അവരെ ഒന്ന് കാണണമായിരുന്നല്ലോ. അവരെ ഈ കോടതിക്ക് മുന്നിൽ ഒന്ന് ഹാജരാക്കണമായിരുന്നല്ലോ. അവളുടെ ശബ്ദം ഒരു കൊടുങ്കാറ്റ് പോലെ കോടതി മുറിയിൽ വീശിയടിച്ചു. കുഞ്ഞിക്കതിയുടെ വക്കീൽ എന്തോ പറയാനാഞ്ഞെങ്കിലും റിസ്വാന അവൻ്റെ വാക്കുകളെ തടഞ്ഞു. ഇരിക്കവിടെ വക്കീലേ, വർത്തമാന എവിഡൻസ് വെച്ച് സംസാരിക്കണം. ഇവിടെ ആ 3 പേര് ആരൊക്കെയാണ്? 3 പേര് എവിടെ വെച്ച്, ഏത് രീതിയിൽ, ഏത് സമയത്താണ് എൻ്റെ കക്ഷി അവരെ പീഡിപ്പിച്ചത്? അതെനിക്ക് കൃത്യമായും വ്യക്തമായും അറിഞ്ഞിരിക്കണം. കോളേജിൽ പോകുന്ന വഴിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് ആരോപിക്കുമെന്ന പെൺകുട്ടി എവിടെ? ആ പെൺകുട്ടിയുടെ മൊഴി എവിടെ? റിസ്വാന വക്കീലിൻ്റെ ഓരോ ചോദ്യവും കുഞ്ഞിക്കതിയുടെയും എതിർഭാഗം വക്കീലിൻ്റെയും നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ക്രൂരമ്പുകളായിരുന്നു. കോടതി മുറിയിൽ പൂർണ്ണമായ ശ്വാസമടക്കി പിടിച്ച നിശബ്ദത താളം തെറ്റി. റിസ്വാന വക്കീൽ തൻ്റെ കയ്യിലിരുന്ന കനത്ത ഫയൽ മേശപ്പുറത്തേക്ക് ഉറക്കെ വെച്ചു. മൈ ലോർഡ്, ഇതൊക്കെ കേവലം പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും ബലത്തിൽ തട്ടിക്കൂട്ടിയ പച്ചക്കള്ളങ്ങളാണ്. പുത്തൻവീട് തറവാട്ടിലെ കോടികളുടെ, അതെ, പുത്തൻവീട് തറവാട്ടിലെ നവാസിൻ്റെ കോടികളുടെ സ്വത്ത് തട്ടിയെടുക്കുവാൻ വേണ്ടിയിട്ടും കേവലം ഒരു തന്തയില്ലാത്ത ചതിയിലൂടെ നവാസ് എന്ന പാവ മനുഷ്യനെ ആജീവാനന്ദം ജയിലിലടക്കാനുണ്ടാക്കിയ കെട്ടുകഥകൾ. അതിനെ ഇല്ലാത്ത സാക്ഷികളെയും ഇല്ലാത്ത ഇരകളെയും സൃഷ്ടിച്ചിരിക്കുകയാണ് ഇവർ. റിസ്വാനയുടെ വാക്കുകളിൽ സത്യത്തിൻ്റെ മൂർച്ചയുണ്ടായിരുന്നു. തൻ്റെ വക്കീലിൻ്റെ ആ ഗർജനം കേട്ട് അതുവരെ തളർന്നു നിന്ന നവാസിൻ്റെ കണ്ണുകൾ ഒരു നിമിഷം പ്രകാശമടിച്ച് റബ്ബ് തനിക്കായി അയച്ച് രക്ഷകയാണ് ഈ പെൺപുലി എന്നവൻ തിരിച്ചറിഞ്ഞു. റബ്ബേ, ഇവർ ആരാണ്? ഇവർ എങ്ങനെ ഇവിടെ വന്നു? എനിക്കറിയുന്നില്ലല്ലോ. അവൻ്റെ കണ്ണിൽ നിന്നും ആശ്വാസത്തിൻ്റെ കണ്ണീരൊഴുകി. റബ്ബേ, നീയായിട്ട് ഇറക്കിയതാണോ ഇവരെ എനിക്ക്? റിസ്വാന വക്കീൽ കുഞ്ഞിക്കതിയെ നോക്കി പുച്ഛത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു. ആ ചിരിയിലൊരു സന്ദേശമുണ്ടായിരുന്നു. അതെ കുഞ്ഞിക്കതിയ, നിങ്ങളുടെ കോടികളും അഹങ്കാരവും കോടതി പടവുകളിൽ, അതെ, ഞാൻ ഇല്ലാതെ ആക്കിയിരിക്കും. എല്ലാം നിങ്ങൾ എങ്ങനെ നേടിയെടുത്തു എനിക്ക് നന്നായിട്ടറിയാം. അതിൻ്റെ തെളിവുകളടക്കം എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ അതാ കുഞ്ഞിക്കതിയെക്കുറിച്ചുള്ള ആ ഒരു പ്ലാനിങ് നമ്മുടെ റിസ്വാന വക്കീലിൻ്റെ മനസ്സിലേക്ക് വന്നു. സത്യവും അസത്യവും തമ്മിലുള്ള യഥാർത്ഥ യുദ്ധത്തിന് അവിടെ തുടക്കമായി കഴിഞ്ഞു. എന്നാൽ അതെ, വക്കീൽ പറഞ്ഞത് ന്യായമാണ്. പീഡിക്കപ്പെട്ടു എന്ന് പറയുന്ന ആ 3 പേർ എവിടെയാണ്? ആരൊക്കെയാണെന്ന് വ്യക്തമാക്കൂ. അത് ജഡ്ജിയുടെ ആ ഒരു ശബ്ദം. കോടതിയുടെ അന്തരീക്ഷം വീണ്ടും വലിഞ്ഞു മുറുകി. ജഡ്ജി തൻ്റെ മുന്നിലെ ഗൗരവമേറിയ ലേശം ആലോചിച്ച് തൻ്റെ പ്രൗഢമായ ശബ്ദത്തിൽ എതിർഭാഗത്തിനോട് ആ നിർണായക ചോദ്യം ഉന്നയിച്ചു. എവിടെ? ആ 3 പേർ ആരാണെന്ന് വ്യക്തമാക്കൂ. അതുവരെ ഭയന്ന് വിറച്ചിരുന്ന കുഞ്ഞിക്കതിയ ജഡ്ജിയുടെ ചോദ്യം കേട്ടവും തൻ്റെ അവസാനത്തെ അടവ് പുറത്തെടുക്കാൻ തീരുമാനിച്ചു.
അവർ ആ ബോക്സിലേക്ക് അല്പം ആഞ്ഞു നിന്ന് ലജ്ജയില്ലാതെ തൊണ്ടയിറി ഉറക്കെ വിളിച്ചു പറഞ്ഞു ആ കള്ളം. അതെ ജഡ്ജിയെ, ആ 3 പേരിൽ ഒന്ന് ഞാൻ തന്നെയാണ്, കുഞ്ഞിക്കതിയ. രണ്ടാമത്തെ എൻ്റെ മൂത്ത മോള് സൗദ, മൂന്നാമത്തേത് ഇളയ മോള് അസീന. ഞങ്ങൾ 3 പേര് ഇവനാൽ ഈ നവാസിൽ പീഡിക്കപ്പെട്ടവരാണ്. അതെ, ഇവനെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു. അതിനുള്ള ശിക്ഷ ഇവന് കിട്ടിയേ തീരൂ. സ്വന്തം വായുകൊണ്ട് സാമ്പത്തിക പണത്തിനു വേണ്ടി സ്വന്തം മക്കളുടെ പേര് വെച്ച് ഇത്രയും വലിയൊരു നിജമായ കള്ളം അഹങ്കാരത്തോടെ വിളിച്ചു പറയുന്ന കുഞ്ഞിക്കതിയെ കണ്ട് കോടതി മുറിയിലുള്ളവർ അറപ്പോടെ മൂക്കത്ത് വിരൽ വെച്ചു. അയ്യേ, അപ്പം ഈ സ്ത്രീ അങ്ങനെയായിരുന്നോ? കുഞ്ഞിക്കതിയുടെ ഈ നാടകം കേട്ടതും റിസ്വാന വക്കീൽ ഒട്ടും വിട്ടുകൊടുത്തില്ല. റിസ്വാനയുടെ കണ്ണുകളിൽ ക്രോധവും ആത്മവിശ്വാസവും ഒരുപോലെ തിളങ്ങി. അവൾ ഒരടി മുന്നോട്ട് വെച്ച് സിംഹത്തെ പോലെ തറഞ്ഞു കയറി സംസാരിക്കുകയാണ്. ഇതെല്ലാം അതാ സഫീറും ഷമ്മാസുമെല്ലാം ഒരിടത്ത് നിന്ന് കേൾക്കുന്നു. മൈ ലോർഡ്, ഇവർ പറയുന്നത് വെറുമൊരു നാടകമാണ്. സ്വന്തം പെൺമക്കളുടെ മാനം വെച്ച് കച്ചവടം നടത്തുന്ന ഇയാളുടെ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കള്ളത്തരം വിളിച്ചെത്ത് കൊണ്ടുവരാൻ എനിക്കൊരൊറ്റ കാര്യമേ ആവശ്യപ്പെടാനുള്ളൂ. റിസ്വാന ജഡ്ജിക്ക് നേരെ തിരിഞ്ഞു. അവളുടെ ശബ്ദം കോടതി ഹാളിൽ പ്രകമ്പനം കൊള്ളിച്ചു. മൈ ലോർഡ്, ഇവർ ആരോപിക്കുന്ന ആ 2 പെൺകുട്ടികളെ സൗദയെയും ഹസീനയും എത്രയും പെട്ടെന്ന് ഈ കോടതി സമക്ഷം ഹാജരാക്കണം. അവർ ഇവിടെ വന്ന് ഈ ബെഞ്ചിൽ നിന്ന് സംസാരിക്കട്ടെ. നവാസ് എന്ന വ്യക്തി അവരോട് എന്താണ് ചെയ്തത്, എപ്പോൾ ചെയ്തു, എങ്ങനെ ചെയ്തു, അങ്ങനെ ഒന്ന് നടന്നിട്ടുണ്ടോ എന്ന് അവരിൽ നിന്നും ഈ കോടതി കേൾക്കണം. റിസ്വാനയുടെ ഈ തറച്ചുകയറ്റത്തിന് മുന്നിൽ കുഞ്ഞിക്കതിയുടെ കാൽ ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്ന പോലെ തോന്നി. കുഞ്ഞിക്കതി യഥാർത്ഥത്തിൽ തൻ്റെ മക്കളായ സൗദിയോടും ഹസീനയോടും കാര്യങ്ങൾ തുറന്നു പറയാതെ അവരെ ഭീഷണിപ്പെടുത്തിയും കള്ളം പറഞ്ഞും അതെ വീട്ടിൽ ഒരിക്കൽ പൂട്ടിയിട്ടിരുന്നു സൗദയെ. റിസ്വാന വക്കീൽ അവരെ നേരിട്ട് കോടതിയിൽ വിസ്തരിക്കാൻ ആവശ്യപ്പെടുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. മക്കളെ പേരിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചില്ലാന്ന് വിചാരിച്ചതാണ്. അതെ, കുഞ്ഞിക്കതിയുടെ ഉള്ളിൽ തീ പിടിച്ചു. ഇനി സൗദി ഹസീന ഇവിടെ വന്ന എന്തൊക്കെ പറയാമെന്നാവോ. കാരണം നവാസിനെ എങ്ങനെയൊക്കെ അവർ കാണുന്നത് പറയാൻ പറ്റൂലല്ലോ. ഇനിയിപ്പോൾ കോടതിയിൽ സത്യം വിളിച്ചു പറഞ്ഞാൽ എൻ്റെ കളി ആകെ പൊളിയും. കോടികൾ കൊടുത്തുണ്ടാക്കിയ കേസ് ഒരൊറ്റ നിമിഷം കൊണ്ട് പൊളിയല്ലോ. കുഞ്ഞിക്കതിയ ആകപ്പാടെ പരിഭ്രാന്തയായി നേരെ വക്കീലിൻ്റെ അടുത്തേക്ക്. വക്കീലിൻ്റെ ആ കുപ്പായത്തിൽ പിടിച്ചു വലിച്ചു എങ്ങനെയെങ്കിലും ആ മക്കളെ കോടതിയിൽ കൊണ്ടുവരുന്നത് തടയണം, അവരിങ്ങോട്ട് കയറ്റണ്ട. എന്നാൽ ഈ സമയം ബോക്സിൽ നിന്നിരുന്ന നവാസിന് റിസ്വാന വക്കീലിൻ്റെ വാദങ്ങൾ കേട്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി. അതെ, സ്വന്തം ഭാര്യയെ അനിയത്തെ പോലെ സ്നേഹിച്ച ഹസീനയെ തനിക്കെതിരെ കള്ളസാക്ഷി പറയില്ലെന്ന് അവൻ മനസ്സ് പറഞ്ഞു. കാരണം ഞാൻ ഒരിക്കൽ പോലും അവരോടൊന്ന് മോശമായി പെരുമാറിയിട്ടില്ല. കുഞ്ഞിക്കതിയെ നിർമ്മിച്ചെടുത്ത വഞ്ചനകളുടെ കോട്ടകൾ തകരാൻ പോകുകയാണോ അതോ അവരുടെ സപ്പോർട്ടായി നിൽക്കുമോ എനിക്കറിയുന്നില്ല. അതെ, അവൻ മനസ്സിൽ മന്ത്രിച്ചു. റബ്ബേ, നീ നീതിമാൻ തന്നെയാണ്. സത്യം നീ വിചാരിച്ചാൽ തെളിയും. നിനക്കറിയാമല്ലോ സത്യം. റബ്ബേ, ഈ ഒരു ദുനിയാവെന്ന് വെച്ചാൽ ഒരു വഞ്ചകിയുടെ രൂപമാണ്. അതൊരു പക്ഷേ എനിക്ക് നീതി തരും, അല്ലെങ്കിൽ അനീതി തരും. റഹ്മാനെ, ഞാനെല്ലാം നിന്നിൽ സമർപ്പിക്കുന്നു. എതിർഭാഗം വക്കീൽ സമനില തെറ്റി ബഹളം വെക്കുവാൻ ശ്രമിച്ചു. മൈ ലോർഡ്, ഈ പെൺകുട്ടികൾക്ക് മാനസികമായി ഇപ്പോൾ അവർ തളർന്നിരിക്കുകയാണ്. അവരിവിടെ എത്തിക്കുന്നത് സാങ്കേതികമായി വളരെയധികം ബുദ്ധിമുട്ടാണ് എന്ന് അതാ കുഞ്ഞിക്കതിയുടെ വക്കീൽ പറയുന്നു. പക്ഷേ റിസ്വാന ഇടപെട്ടു. മാനസികമായി തകർന്നത് നവാസാണ് വക്കീലെ. പീഡനം നടന്നുവെന്ന് ഇയാൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ഇരകളുടെ മൊഴിയില്ലാതെ മറ്റെന്ത് തെളിവാണ് ഈ കേസിന് ആവശ്യം? അവരെ എത്തിച്ചേ ചീരൂ. ജഡ്ജി റിസ്വാനയുടെ വാദം പൂർണ്ണമായി അംഗീകരിച്ചു. തൻ്റെ ഹാമർ മേശപ്പുറത്ത് അടിച്ച് ജഡ്ജി ഉത്തരവിട്ടു. ഓർഡർ, ഓർഡർ. പ്രതിഭാഗം വക്കീലിൻ്റെ ആവശ്യം ന്യായമാണ്. കുഞ്ഞിക്കതിയുടെ മക്കളായ സൗദയെയും ഹസീനയും അടിയന്തിരമായി അടുത്ത 1.5 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കാൻ പോലീസിന് ഉത്തരവിടുന്നു. വിചാരണ തുടരുന്നതാണ്. കോടതി മുറിയിലെ ഒരു വലിയ കാറ്റടിച്ചതുപോലെയായി. സത്യവും മിഥ്യവും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ ആദ്യത്തെ വലിയ വിജയം ആരുടെ ഭാഗത്തായിരിക്കും എന്ന് എല്ലാവരും നോക്കിക്കാണുകയാണ്. എന്നാൽ റിസ്വാന വക്കീൽ എത്തിയതുകൊണ്ട് നവാസിൻ്റെ ഭാഗത്തുനിന്ന് അല്പം ആശ്വാസമുണ്ട്. കുഞ്ഞിക്കതി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തോൽവിയിലേക്ക് അടുക്കുകയാണെന്ന് അതെ അവരുടെ വിളറി വെളുത്ത മുഖം വിളിച്ചൊതുന്നുണ്ടായിരുന്നു. എത്ര കോടികൾ ഞാൻ കഷ്ടപ്പെട്ട് വാരി എറിഞ്ഞ് എല്ലാവരും തെളിവും കാര്യങ്ങളൊക്കെ ആയിട്ട്
നിന്നതാണ്. ഒക്കെ വള്ളത്തിലാവുന്ന തോന്നുന്നത്. കുഞ്ഞിക്കതിക്ക് ആകപ്പാടെ ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വരുന്നു. എന്നാൽ കോടതിയുടെ ഉത്തരവ് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ അന്തരീക്ഷം ആകെ വലിഞ്ഞു മുറുങ്ങിയിരുന്നു. അവിടെ ഒരു ലോക്കപ്പ് മുറിയിൽ മറ്റ് തടവുകാരെ പോലെയല്ലാതെ സകല സൗകര്യങ്ങളോടെയും കഴിയുകയായിരുന്നു ഹസീന. അവളെ വിഷ്ണു സാറ് എന്ന സർക്കിൾ ഇൻസ്പെക്ടർ എത്രയധികം കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവർക്ക് വെറുമൊരു കേസ് ബന്ധം മാത്രമായിരുന്നില്ല, കോടികൾ മറിയുന്ന മയക്കുമരുന്ന് മാഫിയയുടെ വലിയൊരു ബിസിനസ് ശൃംഖലയിൽ പങ്കാളിയായിരുന്നു. നേരത്തെ ഈ കേസ് സത്യസന്ധമായി അന്വേഷിച്ച നജീബ് സാറിനെ സ്വാധീനവും പണവും ഉപയോഗിച്ച് തെറിപ്പിച്ച് കേസിൻ്റെ പൂർണ്ണ ചുമതല വിഷ്ണു സാർ ഏറ്റെടുത്ത് പോലും ഈ അനധികൃത ബിസിനസ്സിനും ഹസീനയ്ക്കും സുരക്ഷയൊരുക്കുകയായിരുന്നു. എല്ലാ പോലീസുകാരും മോശക്കാരല്ലെങ്കിലും നിയമത്തെ കച്ചവടം നടത്തുന്ന ചില കറുത്ത ആടുകളിൽ പ്രമുഖനായിരുന്നു വിഷ്ണു. പോലീസ് സ്റ്റേഷനിലെ ഫോൺ അതാ ബെല്ലടിക്കുന്നു. കോടതിയിൽ നിന്നും വന്ന അടിയന്തര ഉത്തരവ് കൈപ്പറ്റിയ വിഷ്ണു സാറിൻ്റെ മുഖത്തെ ചോരയൊന്നു മാഞ്ഞു. അയാൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയായിരുന്നു അത്. അയാൾ വേഗത്തിൽ ലോക്കപ്പ് മുറിയിലേക്ക് നടന്നു. അകത്ത് വിശ്രമിക്കുകയായിരുന്ന ഹസീനയെ നോക്കി അയാൾ കനത്ത ശബ്ദത്തിൽ വിളിച്ചു. ഹസീന, എഴുന്നേൽക്ക്. കോടതിയിൽ നിന്ന് ഇപ്പോൾ അടിയന്തര ഉത്തരവ് വന്നിട്ടുണ്ട്. നിന്നെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കണം. അതുവരെ തനിക്ക് സ്റ്റേഷനിൽ കിട്ടുന്ന രാജകീയ പരിഗണനയിൽ ആസ്വദിച്ചിരുന്ന ഹസീന ഞെട്ടി ഉണർന്നു. അവൾ ഭയത്തോടെ വിഷ്ണുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. സാറേ, എന്താ ഇത്? നമ്മുടെ ഈ മയക്കുമരുന്ന് കേസിൻ്റെ കാര്യത്തിലാണോ നമുക്ക് കുടുക്ക് വീണത്? സാർ എന്നെ രക്ഷിക്കില്ലേ? ഞാൻ പേടിയായിട്ട് വെറുക്കാണ് സാറേ. വിഷ്ണു കസേരയിലേക്ക് അല്പം ചാഞ്ഞിരുന്ന് നെറ്റിയിലെ വിയർപ്പ് തുള്ളികൾ തുടച്ചു. അയാൾ തൻ്റെ കനത്ത ശബ്ദത്തിൽ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നീ പേടിക്കേണ്ട ഹസീന, ആ മയക്കുമരുന്നിൻ്റെ കേസിലൊന്നുമല്ല നിന്നെ വിളിപ്പിച്ചിരിക്കുന്നത്. നിൻ്റെ കുഞ്ഞിക്കതിയെയും ഉമ്മയും, അതായത് ഉമ്മ ആ സ്ത്രീ ഉണ്ടല്ലോ, അതെ, അവർ നവാസിനെതിരെ കൊടുത്തിട്ടുള്ള കേസില്ലേ, അതിൽ സാക്ഷി പറയാനാണ് വിളിപ്പിച്ചിരിക്കുന്നത്. ആ മറ്റേ വക്കീലുണ്ടല്ലോ, റിസ്വാന, അവൾ തറച്ചു കയറി ചോദിച്ചപ്പോൾ ജഡ്ജി തന്നെ ഹാജരാക്കാൻ ഉത്തരവിട്ടതാണ്. കേസിൻ്റെ വിവരമറിഞ്ഞതും ഹസീനയ്ക്ക് അല്പം ആശ്വാസമായെങ്കിലും കോടതിയെക്കുറിച്ചുള്ള ഭയം അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അയ്യോ സാറേ, അത് നവാസിൻ്റെ കേസാണോ സാറേ? ആ കേസിൽ ഞാൻ കോടതിയിൽ ചെന്ന് എന്ത് പറയും? എനിക്കൊന്നും അറിയില്ലല്ലോ, ഉമ്മ എന്തൊക്കെ പറഞ്ഞു തന്നെ. എന്നാൽ വിഷ്ണു സാറ് ചുറ്റും നോക്കി. ആരും കേൾക്കില്ലെന്ന് ഉറപ്പുവരുത്തി ഹസീനയുടെ അടുത്തേക്ക് നീങ്ങി നിന്ന് ശബ്ദം താത്തി സംസാരിച്ചു. അയാളുടെ കണ്ണുകളിൽ വഞ്ചനയുടെ തിളക്കമുണ്ടായിരുന്നു. ഹസീന, നീ കേട്ടോ? എവിടെ ആ വക്കീൽ എന്തൊക്കെ ചോദിച്ചാലും നീ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കണം. നിങ്ങളെ നവാസ് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു എന്ന് തന്നെ പറയണം, മനസ്സിലായല്ലോ? ഹസീന പതറിപ്പോയി. പക്ഷെ സാറേ, ഇല്ലാത്ത കാര്യമാകുമ്പോഴേ വക്കീൽ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ പെടില്ലേ? വിഷ്ണു തൻ്റെ കയ്യിലിരുന്ന ലാത്തിപ്പുറത്ത് ചെറുതായി തട്ടി അവളെ പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. നീ ഒരു പേടിയും വിചാരിക്കണ്ട. ഉള്ളതും ഇല്ലാത്തൊക്കെ കുറച്ച് ഏറ്റി പറഞ്ഞങ്ങോട്ട് പറയണം. നിൻ്റെ ഉമ്മ ഏത് ഭാഗമാണ് സപ്പോർട്ടാക്കുന്നത് ആ ഭാഗത്തേക്ക് ചായണം. കാരണം നിൻ്റെ ഉമ്മയുടെ പിടിവിടാൻ പാടില്ല. ബിസിനസ്സും അവിടെ കുളമായി പോകും, മനസ്സിലായല്ലോ? കുഞ്ഞിക്കതി ഏത് രീതിയിലാണ് പറയുന്നത് അതിന് സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കണം, മനസ്സിലായല്ലോ? അവൻ നിന്നെയും നിൻ്റെ ഉമ്മയെയും ഭീഷണിപ്പെടുത്തി വണ്ടിയിൽ വെച്ച് പീഡിപ്പിക്കാൻ നോക്കി, വീട്ടിൽ കയറി ഉപദ്രവിച്ചു എന്നൊക്കെ വളരെ വിശദമായി കരഞ്ഞ് വികാരധീനയായി പറയണം കേട്ടോ. അയാൾ അവളുടെ ചുമലിൽ പിടിച്ച് ശബ്ദം കടുപ്പിച്ചു. നീ ഒന്ന് ഓർക്കണം ഹസീന, ആ കേസിൽ നവാസ് വിജയിച്ച് പുറത്തിറങ്ങിയാൽ പിന്നെ നമ്മളെ വെറുതെ വിടില്ല. പിന്നെ നിൻ്റെ ഉമ്മയുടെ കോടികളും പിന്നെ ഒരു വലിയൊരു തറവാടൊക്കെ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിക്കണല്ലോ, അതൊന്നും നമുക്ക് കിട്ടില്ല. അതുമാത്രമല്ല നമ്മുടെ ബിസിനസ്സും അതോടെ പൂട്ടും. അതിനിട വരരുത്. ഞാൻ പഠിപ്പിച്ചു തന്നതുപോലെ തറവാട്ട് തട്ടി വിടണം. ബാക്കി ഞാൻ നോക്കിക്കോളാം. വിഷ്ണു സാറിൻ്റെ വാക്കുകൾ കേട്ടതും ഹസീനയുടെ ഉള്ളിലെ ഭയം പതുക്കെ മാറി. അവിടെ വഞ്ചന രൂപപ്പെട്ടു. സത്യത്തെ ചവിട്ടിമെതിച്ച് കള്ളം പറയാൻ അവൾ തൻ്റെ മനസ്സൊരുക്കി. വിഷ്ണു പഠിപ്പിച്ചു കൊടുത്ത ഓരോ നുണക്കഥകളും അവൾ മനസ്സിൽ വീണ്ടും വീണ്ടും ഓർത്തുറപ്പിച്ചു. പോലീസ് വാഹനത്തിൻ്റെ വാതിൽ തുറന്നു. വിഷ്ണു സാർ അവൾക്ക് ധൈര്യം പകർന്ന് കൂടെ കയറി. ധൈര്യമായി പോയി കള്ളം പറ ഹസീന, നീ ജയിക്കും, നമ്മൾ ജയിക്കും, ഒരിക്കലും പെട്ടുപോകരുത്. സ്റ്റേഷൻ്റെ മുറ്റത്ത് നിന്ന് പോലീസ് ജീപ്പ് സൈറൻ മുഴക്കി കോടതിയിലേക്ക് പാഞ്ഞു. ഒരു വശത്ത് പണവും അധർമ്മവും ചേർന്ന് പഠിപ്പിച്ചു വിട്ട കള്ളങ്ങൾ, മറുവശത്ത് നിത്യവും പടച്ചവനിൽ വരമേൽപ്പിച്ച നവാസിൻ്റെ പ്രാർത്ഥനകളും. എന്നാൽ ഈ സമയം പുത്തൻ വീട് തറവാട്ടിലെ തൻ്റെ മുറിയിൽ അസ്വസ്ഥതയായി ഇരിക്കുകയായിരുന്നു സൗദ. ഉമ്മ കുഞ്ഞിക്കതിയ എന്തെങ്കിലുമൊക്കെ കേസുണ്ടാക്കൂ എന്നുള്ള കാര്യത്തിലും അവൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. നവാസിനെതിരെ നെയ്യുന്ന ചതിക്കുഴികളെ ഓർത്ത് അല്പസ്വല്പ സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും
അത് ഇത്രക്കും നീചമായ തലത്തിലേക്ക് വളരുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. പെട്ടെന്നാണ് അവളുടെ ഫോൺ ബെല്ലടിച്ചത്. സ്ക്രീനിൽ ഒരു അപരിചിത നമ്പർ കണ്ടു നെഞ്ചൊന്ന് പിടഞ്ഞു. അവൾ വിറക്കുന്ന വിരലുകളോടെ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ, ഹലോ, സൗദിയാണോ സംസാരിക്കുന്നത്? ഞങ്ങൾ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. മജിസ്ട്രേറ്റ് കോടതിയുടെ അടിയന്തര ഉത്തരവുണ്ട്. കുഞ്ഞിക്കതിയെ നൽകിയ കേസിൽ താങ്കളെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കാൻ ജഡ്ജി ഉത്തരവിട്ടിരിക്കുന്നു. 10 മിനിറ്റിനുള്ളിൽ പോലീസ് വാഹനം വീട്ടിലെത്തും. ആ വാക്ക് കേട്ടതും സൗദിയുടെ കയ്യിൽ നിന്നും ഫോൺ വീണ് താഴെ വീണു. തലച്ചോറ് മരവിച്ചു പോയി. കോടതിയോ? ഞാനോ? പഠിച്ചോനെ, അത് എനിക്ക് പേടിയാണ്. എന്ത് ഈ ഉമ്മ എന്നെ എവിടേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോകണത്? എനിക്ക് പോലീസും കോടതിയൊക്കെ പേടിയാണ്. അവൾ പതറിപ്പോയി. ജീവിതത്തിൽ ഇതുവരെ ഒരു പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ കയറിയിട്ടില്ലാത്ത സൗദ. അതെ, അവൾക്ക് സർവ്വഞരമ്പുകളും അവളുടേത് തളർന്നു പോകുന്നത് പോലെ തോന്നി. ഇല്ല, ഞാൻ പോവില്ല, എനിക്ക് പേടിയാണ്. അത് കേട്ട് തറവാട്ടിലെ ഉമ്മയും അതാ മറ്റുള്ളവർ ഓടിയെത്തി. സൗദ ഒരു മൂലയിലേക്ക് ഭയത്തോടെ ഒതുങ്ങിക്കൂടി കരയുകയാണ്. എന്താ മോളെ, എന്താ പറ്റിയത് എന്ന് പറഞ്ഞ് അതാ ആയുഷ് ഓടിയെത്തുന്നു. എന്താ മോളെ, എനിക്ക് എന്തേ? ഉമ്മ സ്നേഹത്തോടെ പറയുന്നു. ഉമ്മ, എനിക്ക് ഒരു ഫോൺ കോൾ വന്നേക്കണ്. പെട്ടെന്ന് കോടതിയിൽ ഹാജരാവണം, പോലീസ് വണ്ടി ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. എനിക്ക് പേടിയാണ്. ഉമ്മ എന്തിനും ഓരോ കേസ് ഉണ്ടാക്കി വെച്ചത്? എനിക്ക് പേടിയാണ്, അതിനൊന്നും ഞാൻ പോവില്ല. ഉമ്മ എന്തൊക്കെയാണ് അവൻ കേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം മറക്കൂല, ഉമ്മ എന്നെ പൂട്ടിട്ടിട്ട് നേരെ ആശുപത്രിയിലേക്ക്, ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയിട്ടതും എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതും ഉമ്മയും അസീനും കൂടി എന്നെ അത്രക്കും എന്നെ മോശക്കാരാക്കിക്കണേ. ഞാൻ പോവില്ല, ഞാൻ പോകുന്നില്ല, എനിക്ക് പേടിയാണമ്മ, ഞാൻ പോണില്ല. അവൾ അതാ ഐഷുമ്മയുടെ പിറകിലേക്ക് ഒളിക്കുന്നു. എന്താ മോളെ ചെയ്യുക? അവിടെ പോയി സത്യമുള്ള ചെന്ന് പറഞ്ഞോ, ഒരിക്കലും കളവ് പറയണമെന്ന് പറഞ്ഞില്ല. എൻ്റെ സത്യസന്ധമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞോ. മാണ്ട, എനിക്ക് ഉമ്മ എന്തൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞേക്കണമെന്നാവോ, എനിക്ക് പേടിയ, ഞാൻ പോവില്ല. ഐഷുമ്മയെ പിടിച്ച് നിൽക്കുകയാണ് സൗദ. അധിക സമയം വൈകിയില്ല. പുത്തൻ വീട് തറവാട്ടിലെ കവാടം കടന്ന് കനത്ത ശബ്ദത്തോടെ പോലീസ് ജീപ്പ് മുറ്റത്തേക്ക് വന്നു. വണ്ടിയിൽ നിന്നും ദ്രുതഗതിയിൽ വനിതാ പോലീസുകാർ അടക്കം ഇറങ്ങി. സൗദ പേടിച്ച് അതാ ഐഷുമ്മയുടെ റൂമിൽ പോയി ഒളിക്കുന്നു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എന്തായിത്തീരും കുഞ്ഞിക്കതിയുടെ കേസുകൾ? സൗദ സത്യം പറയുമോ, അതോ കുഞ്ഞിക്കതിയ അവളെയും കളവ് പറഞ്ഞ് പഠിപ്പിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.